ചോദ്യങ്ങളുടെ മറ്റൊരു ചോദ്യമായിരുന്നു 22ാമത്തെ ചോദ്യം. അഥവാ ഒരു സാധനത്തിന്റെ വില എന്ത് ചെയ്തു, ഈ പറഞ്ഞിരിക്കുന്ന 10 രൂപയിൽ നിന്നും 25 രൂപയായിട്ട് മാറി. അപ്പോൾ ആ സമയത്ത് അതിന്റെ ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈ അഥവാ സപ്ലൈയുടെ കാര്യമായിട്ട് പറഞ്ഞാൽ എല്ലാവരും ഡിമാൻഡാണെന്ന് വിചാരിക്കുന്നത് സപ്ലൈ ആണെന്ന് വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ സപ്ലൈ എന്ത് ചെയ്തു, 15 നിന്നും 20 കൂടി അല്ലെ. എന്തായത് ഈ പറഞ്ഞ 10 രൂപ ഉണ്ടായിരുന്ന 25 രൂപയായപ്പോൾ 15 ക്വാണ്ടിറ്റി ഉണ്ടായിരുന്ന 20 ക്വാണ്ടിറ്റി കൂടി എന്നാണ് പറഞ്ഞത്. നമ്മളോട് പറഞ്ഞത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്, അഥവാ വില ഇലാസ്തികത കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. എന്തിൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന പ്രധാന പറയുമ്പോൾ സപ്ലൈ നമുക്കറിയാം അല്ലേ. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം എന്താണ് ഈ ക്വസ്റ്റ്യൻ അർത്ഥമാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറയുന്ന ഭാഗത്താണ് നമുക്കറിയുന്നത്. ബേസിക്കലി നമ്മൾ പഠിച്ചേക്കേണ്ട ഇക്വേഷൻ ഏത് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ മിക്കവാറും നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ ആയിരിക്കും ഉപയോഗിക്കാൻ പറ്റുന്നത്. ഡെൽറ്റ ക്യൂ അഥവാ നമുക്ക് എഴുതിക്കാം ഡെൽറ്റ ക്യൂ എസ് ഡിവൈഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ എന്നാണ് നിങ്ങളോട് ചെയ്ത് വെക്കേണ്ട കാര്യം. ഇവിടെ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും. ഈ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് എന്താ, നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. അതിനാദ്യം നമുക്കിവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതിക്കാം. ആദ്യം ഉണ്ടായിരുന്ന പ്രൈസ് എത്രയായിരുന്നു, ആദ്യത്തെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 10 രൂപയല്ല പറഞ്ഞത്. യെസ്, നമ്മുടെ ആദ്യത്തെ പ്രൈസ് 10 രൂപ. എത്രയാണ്, 10 രൂപയാണ് ഫസ്റ്റ് പ്രൈസ്. രണ്ടാമത്തെ പ്രൈസ് എത്രയാണ്, 25 രൂപയാണ് പറയുന്നത്. ഓക്കെ, അറ്റ് ദ സെയിം ടൈം ആദ്യത്തെ ക്വാണ്ടിറ്റി എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, ആദ്യത്തെ ക്വാണ്ടിറ്റി 15 യൂണിറ്റ്. യെസ്, 15 യൂണിറ്റാണ് ആദ്യത്തെ ക്വാണ്ടിറ്റി പറഞ്ഞത്, 15 യൂണിറ്റ്സ്. ഓക്കെ, ആൻഡ് രണ്ടാമത്തെ ക്വാണ്ടിറ്റി എത്രയാണ് പറഞ്ഞത്, രണ്ടാമത്തെ ക്വാണ്ടിറ്റി 20 യൂണിറ്റ്സ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഇവിടെ വന്നിരിക്കുന്ന ചേഞ്ച്. ഇവിടെ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്തായാലും ഇലാസ്റ്റിസിറ്റിയുടെ വാല്യൂ എന്തായിരിക്കും, ഒന്നിനേക്കാൾ കുറവായിരിക്കും. കാരണം എന്താ പറയുക, പ്രൈസിലുണ്ടായ ചേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഡിമാൻഡിൽ അത്രത്തോളം വലിയ ചേഞ്ച് വന്നിട്ടില്ല. നിങ്ങൾ നോക്കിയാൽ ഡിമാൻഡിലെ സപ്ലൈയിൽ ഇപ്പോൾ ഇവിടെ പ്രൈസ് P1 നിന്നും P2 ആയി മാറിയപ്പോൾ 15 രൂപയുടെ മാറ്റം അവിടെ വന്നു അല്ലേ. ആദ്യം ഉണ്ടായിരുന്ന പ്രൈസിനേക്കാൾ കൂടുതൽ വില മാറിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഡിമാൻഡിൽ നമ്മുടെ സപ്ലൈയിലാകെ 5 യൂണിറ്റിൻ്റെ മാറ്റം അവിടെ സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ഇലാസ്റ്റിൻ്റെ വാല്യൂ എന്തായാലും ഉറപ്പിക്കാൻ നോക്കാം. അപ്പോൾ തന്നെ ഒന്നിനേക്കാൾ കുറവായിരിക്കുന്നത്. ഇനി നമുക്ക് വാല്യൂസ് കണ്ടുപിടിക്കാം. അതിനാദ്യം നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ക്യൂ കണ്ടുപിടിക്കണം, അഥവാ ഡെൽറ്റ ക്യൂ എസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഡെൽറ്റ ക്യൂ എസ് കാണാൻ എന്ത് ചെയ്യേണ്ടത്, Q2 മൈനസ് Q1 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും ഉത്തരം, 20 മൈനസ് 15. നമ്മൾ ഉത്തരം 5 നേർക്ക് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, 5 എന്നാണ് നമുക്കിവിടെ കിട്ടുക. ഓക്കെ, 5 എന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ ഡെൽറ്റ പി കാണണം. ഡെൽറ്റ പി കാണാൻ എന്ത് ചെയ്യേണ്ടത്, P2 മൈനസ് P1 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഉത്തരം എത്ര വരിക, 25 മൈനസ് 10. നമ്മുടെ ഉത്തരം 15 എന്നാണ് വരിക, 15 എന്നാണ് വരിക. ഇനി നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ട മറ്റ് 2 കാര്യങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഈ പറഞ്ഞ P1 തന്നെ നമ്മൾ എന്ത് പറയാറുണ്ട്, P എന്ന് പറയാറുണ്ട്. ആൻഡ് Q1 തന്നെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ പറഞ്ഞ Q എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ആ വാല്യൂസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഇനി നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഭാഗമായിട്ട് വരാം. ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഈക്വൽ ടു ഡെൽറ്റ ക്യൂ എസ് ഡിവൈഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു P ബൈ ക്യൂ എന്നാണ് നമുക്ക് വേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഡെൽറ്റ ക്യൂ എസ് എന്ന് പറഞ്ഞ വാല്യൂ എത്രയായിരുന്നു, ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ 5 ആയിരുന്നു അല്ലേ. അപ്പോൾ 5 ഡിവൈഡ് ബൈ ഡെൽറ്റ പി എത്രയായിരുന്നു, പി എന്ന് പറഞ്ഞാൽ 15 ആയിരുന്നു അല്ലേ. 5 ഡിവൈഡ് ബൈ 15 ഇൻറ്റു പി എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്, P1 തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. പി എന്ന് പറഞ്ഞാൽ P1 ആണ് എടുക്കേണ്ടത്. അത് എത്ര വരിക, P1ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 10 ആണ്. ആൻഡ് ക്യൂ എന്ന് പറഞ്ഞാൽ Q1 ആണ് എടുക്കേണ്ടത്. Q1 എത്ര വരുന്നത്, Q1 നമുക്ക് വരുന്നത് 15 എന്നാണ് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ഉത്തരം എത്ര വരിക, 5 × 10 പറയുമ്പോൾ 50. 15 × 15 ആണ് 225. കാരണം 15ൻ്റെ സ്ക്വയറാണ് നമുക്ക് ഇവിടെ വേണ്ടത് അല്ലേ. 15 × 15 എത്ര വരിക, 225. അപ്പോൾ നമ്മുടെ ഉത്തരം എത്ര വരിക, നമുക്കവിടെ ഉത്തരം നോക്കാം. നമുക്കവിടെ ഈ പറഞ്ഞ 50നെ നമ്മൾ എന്ത് ചെയ്യുന്നു, 225 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമ്മുടെ ഉത്തരം കിട്ടുന്നത്രയ്ക്കും 0.22 എന്നായിരിക്കും നമ്മുടെ ആൻസർ കിട്ടുന്നുണ്ടാവുക. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ പറയുക, ഡെൽറ്റ ക്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഡെൽറ്റ ക്യൂ എത്രയായിരുന്നു, ഡെൽറ്റ ക്യൂ 5 ആണെന്ന് കിട്ടി. അത് നമ്മളിവിടെ കൊടുത്തു, 5 എന്ന് കൊടുത്തു. ആൻഡ് ഡെൽറ്റ പി നമുക്ക് വേണം, ഡെൽറ്റ പിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു, 15 ആണെന്ന് കിട്ടി. അത് നമ്മളിവിടെ കൊടുത്തു. ആൻഡ് അറ്റ് ദ സെയിം ടൈം പി എന്ന് പറയുന്നതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. പി എന്ന് പറഞ്ഞാൽ P1 ആണ്, അത് 10 ആണ് നമ്മൾ കൊടുത്തു, അത് ഇവിടെ ചേർത്തു. ആൻഡ് ക്യൂ എത്ര നമുക്ക് വേണം, ക്യൂ എന്ന് പറഞ്ഞാൽ 15 യൂണിറ്റാണ്, അത് നമ്മളിവിടെ കൊടുത്തു അല്ലേ. അപ്പോൾ 5 × 10 50, 15 × 15 പറഞ്ഞാൽ 225. നമ്മുടെ ഉത്തരം വരിക 0.22 എന്നാണ് വരിക. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഇവിടെ കിട്ടിയിരിക്കുന്ന ഇലാസ്റ്റിസിറ്റി ഏതാണ്, നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഇലാസ്റ്റിസിറ്റി എന്നാൽ ലെസ് ഇലാസ്റ്റിക് ആണ് അല്ലേ, ലെസ് ഇലാസ്റ്റിക് ഓഫ് സപ്ലൈയിൽ എന്താണ്, പ്രൈസിൽ വലിയ മാറ്റം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. ഈ പറഞ്ഞ ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ വളരെ കുറവാണല്ലേ സപ്ലൈയിൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളിവിടെ കണ്ടുപിടിക്കേണ്ടത്. വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ 4 മാർക്ക് കിട്ടാൻ നിങ്ങൾ ആകെ ചെയ്ത് പഠിക്കേണ്ട കാര്യത്തിലുള്ളൂ. ഇവിടെ മെയിനായിട്ട് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗം നിങ്ങൾ പഠിച്ചൊക്കെയാണ് ചെയ്യേണ്ടത്. ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടാലും നിങ്ങൾ ചെയ്തൊക്കെ പറ്റിയ ഇക്വേഷൻ ഇതാണ്. ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, ഇനിയും ആവർത്തിക്കണോ. ഇനിയും നിങ്ങളുടെ ഫൈനൽ എക്സാമിന് വരാൻ പോകുന്ന ചോദ്യം ഈ പറഞ്ഞ സപ്ലൈ ആവില്ല. ആ സമയത്ത് എന്ത് ചെയ്യും, ഇതിന് പകരം നിങ്ങൾക്ക് വരാൻ പോകുന്ന ഡിമാൻഡ് ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, അതിലും ഇതേ ഇക്വേഷനാണ് യൂസ് ചെയ്യുക, സെയിം ഇക്വേഷനാണ്, ഒരു മാറ്റമില്ല. ഇവിടെ ക്വാണ്ടിറ്റി സപ്ലൈ എന്നുള്ള മാറിയിട്ട് അവിടെ എന്തെങ്കിലും ക്വാണ്ടിറ്റി ഡിമാൻഡ് വരുന്നു മാത്രം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്, ബൈ.